രണ്ടാമത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത് സെൻസ് ഓഫ് അർജൻസി. അർജൻസി മനസ്സിൽ ഏത് സമയം ഉണ്ടാവണം. ആടിപ്പാടി വളരെയധികം കാഷ്വലി ബിൽഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ബിൽഡ് ചെയ്യുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് ബിൽഡ് ചെയ്യണം. ഏത് ഫീൽഡിലും അത് അങ്ങനെ തന്നെയാണ്. പല ആളുകളും പറയും ഞാൻ വെസ്റ്റീജിന്റെ പ്ലാൻ കണ്ടു, വലിയ സാധ്യതകളുണ്ട്, ഒന്നുകൂടി ഒന്ന് റെഡി ആവട്ടെ, ഒരു 2 ദിവസം, 1 മാസം, അടുത്ത 1 കൊല്ലം കൂടി ഞാനൊന്ന് റെഡി ആവട്ടെ, അത് കഴിഞ്ഞാൽ ഞാൻ റെഡി ആവും. ചില ആളുകൾ ഇങ്ങനെ റെഡി ആയിട്ടില്ല, സമയമായിട്ടില്ല സുഹൃത്തെ എന്ന് പറഞ്ഞ് അവസാനം നിങ്ങളുടെ സമയമായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയാം നമ്മുടെ കയ്യിൽ സമയമൊക്കെ നിരവധി ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വിജയിക്കണോ, അവിടെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ടൈം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം നോ പ്രൊക്രാസ്റ്റിനേഷൻ. ഒന്നും നീട്ടി വെക്കാതെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. 2 ഫാസ്റ്റ് ട്രാക്ക് മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ജീവിതം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആണ്, എല്ലാം ഫാസ്റ്റ് ആണ്. ഇന്റർനെറ്റ് ഫാസ്റ്റ് അല്ല എങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ ഇരുന്ന് ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ഇരുന്ന് സർഫ് ചെയ്യോ, അല്ലെങ്കിൽ എന്താ പറയാ ബ്രൗസ് ചെയ്യോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാം ഫാസ്റ്റ് ആണെങ്കിൽ ഇന്ന് മാച്ചുകൾ എടുത്ത് നോക്കുക. 2020 മാച്ചുകളാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടുള്ള ലെവലിലുള്ള മാച്ചുകൾക്കാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉള്ളത്. ഇന്ന് എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നത്? കുറഞ്ഞ സമയം മാക്സിമം പ്രൊഡക്ടിവിറ്റി, അതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്. പലപ്പോഴും നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. അവസാനം അതിനൊരു കഥയുണ്ട്. ആമയും മുയലും കൂടി ഓടി. ആമയും മുയലും കൂടി ഓടിയ സമയത്ത് അന്ന് ജയിച്ചത് ആമയാണ്. ഈ ആമ ജയിച്ചത് എന്തുകൊണ്ടാണ്? മുയൽ ഉറങ്ങിയത് കൊണ്ടാണ്. പക്ഷെ മുയല് ബുദ്ധിമാനാണ്. ഇന്ന് വീണ്ടും അവര് തമ്മിൽ ഓടുകയാണെങ്കിൽ, ഇനി എന്നെങ്കിലും ഓടുകയാണെങ്കിൽ ആമയ്ക്ക് ജയിക്കാൻ സാധിക്കുമോ? സോ ആമ മുയൽ ആ കഥ എന്ന് പറയുന്നത് വെറും ഒരു സാങ്കല്പിക കഥകൾ മാത്രമാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസിന്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞു. അതൊരു പക്ഷേ ഒരു ശരിയായുള്ള കാര്യമായിരുന്നിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. റോബർട്ട് കിയോസാക്കിയെ പോലുള്ള വ്യക്തികൾ പറയുന്നത് ഫാസ്റ്റ് തിങ്കിങ് ഫാസ്റ്റ് ആക്ടിങ്, അതാണ് എപ്പോഴും വലിയ വിജയം കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് ചിന്തിക്കുക, വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ആക്ഷൻ ഹീറോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹീറോയിൻ നിങ്ങളായിട്ട് മാറുക. നമ്മൾ എപ്പോഴും വളരെയധികം അഗ്രസീവായിട്ട് മാറുക. 4 ബേസിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. 4 ബേസിക്സ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി സെഷൻ അറ്റൻഡ് ചെയ്തതാണ്. 4 ബേസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത്രമാത്രം വളരെയധികം അഗ്രസീവായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എവിടെ നിങ്ങൾ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യണം. 2 കാര്യങ്ങൾ ചിന്തിക്കുക, അർജന്റ് ഓർ ഇമ്പോർട്ടന്റ്. പ്രധാനമായിട്ട് 4 നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാൻ സാധിക്കും. നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്. സോഷ്യൽ മീഡിയ കാണുന്നു, നോട്ട് അർജന്റ്, അത് ഇമ്പോർട്ടന്റ്, അർജന്റ് അല്ല, ഇമ്പോർട്ടന്റും അല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. സോ ഡോണ്ട് ഡു ഇറ്റ്. എന്നാൽ അർജന്റ് ആണോ, അർജന്റ് അല്ല, ഇമ്പോർട്ടന്റ് ആണോ, ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ സെഷൻ പ്രിപ്പയർ ചെയ്യുന്നു, ഇമ്പോർട്ടന്റ് ആണോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അർജന്റ് ആണോ? ഒരു പ്ലാൻ മാറ്റി വെച്ച് സെഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സമയം എടുക്കരുത്. ആ സമയത്തെ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി, അർജന്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട പ്ലാൻ ആണ്. സോ അത് മാറ്റി വെച്ചിട്ട് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നമ്മൾ ഫാമിലിയോടെ സമയം സ്പെൻഡ് ചെയ്യുക, അർജന്റ് ആണോ, ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ആ സമയത്ത് അർജന്റ് അല്ല. അത് നമുക്ക് സമയം ഫിക്സ് ചെയ്യുക. അതായത് ഈ അർജന്റ് അല്ലാത്ത കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ സമയം നോക്കേണ്ടത് ഏത് സമയത്ത് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ഫാമിലിയോടെ സമയം സ്പെൻഡ് ചെയ്യണം, സിനിമയ്ക്ക് പോകലാവാം, അല്ലെങ്കിൽ പാർക്കിൽ പോകലാവാം. അർജന്റ് അല്ല, ഇമ്പോർട്ടന്റ് ആണ്. ഏത് സമയത്ത് പോകും എന്നുള്ള സമയം ഫിക്സ് ചെയ്യുക. ഞാൻ ഈ സെഷൻ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോൾ ഞാൻ ഈ സെഷൻ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക. അർജന്റ് ആണ്, നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ ഒരാൾക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി നിൽക്കുന്നു. ആ സമയത്ത് അർജന്റ് ആണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെന്ന് കൂട്ടം കൂടി നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്ന അതിലൊരാളായിട്ട് മാറാന്ന് പറയുന്നത് അത് ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ ഒറ്റ കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്, അവിടെ മാക്സിമം ഹെൽപ്പിംഗ് ഹാൻഡ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക. ഇനി വേറൊരാൾ ഇത് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളും അതിന്റെ എന്റെയും തല അതിൽ വന്നോട്ടെ എന്നുള്ളത് കൊണ്ട് അങ്ങനെ നിൽക്കരുത്. ഒരിക്കലും അവിടെ സമയം നമ്മൾ കളയരുത്. അതിന് പറയുന്നൊരു കാര്യമാണ് ലിവറേജ് ചെയ്യാന്ന് പറയും. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ലെറ്റ് ദം ഡു ഇറ്റ്. ഇപ്പൊ എന്റെ ടീമിൽ ഒരാൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ സോ ലെറ്റ് ഹിം ഡു ഇറ്റ്. അവർ ചെയ്യട്ടെ, നോ ഇഷ്യൂ. ഇനി അവർക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലോ, എനിക്ക് ചെയ്യാം. അപ്പോൾ ആ ലെവലിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക,
നമ്മൾ ഓരോ കാര്യത്തിന് അർജൻസി, ഇമ്പോർട്ടൻസ് ഇത് കൊടുക്കുക. ദെൻ അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അർജന്റും ആണ് ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് എന്താ? അർജന്റ് ആണോ? അർജന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇതിനേക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ട്രാഫിക് സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അതില് കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഹാർട്ടുമായിട്ട് പോകുന്ന വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിന് ചില പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ട് അദ്ദേഹം ആ വണ്ടി ഓടിക്കുന്ന ശ്രീനിവാസനെ അറ്റാക്ക് ചെയ്യുന്നു. ദെൻ അവര് വണ്ടി നിർത്തി ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്നു. ആ സമയത്ത് ലെന നിങ്ങൾ ആ സിനിമ കണ്ടാൽ കറക്റ്റ് അറിയാൻ പറ്റും. ലെന ഈ കുട്ടിയുടെ അമ്മയാണ്, അതായത് ഹാർട്ട് മാറ്റി വെക്കേണ്ട കുട്ടിയുടെ അമ്മയാണ് ലെന. ആ സമയത്ത് ലെന പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, 13 വർഷമായിട്ട് ഞാൻ എൻ്റെ മോളെ ഇത്രമാത്രം വളരെയധികം പൊന്നുപോലെ നോക്കി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 2 മണിക്കൂറാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ആ 2 മണിക്കൂറിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയില്ല. ആ 2 മണിക്കൂറിനേക്കാൾ വലുതല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും. ആ 2 മണിക്കൂർ കൊണ്ട് എനിക്കുണ്ടാകാൻ പോകുന്ന നഷ്ടത്തിനേക്കാൾ വലുതല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും. ആ ലെവലിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ആ സിനിമയുടെ തന്നെ ഗതി മാറ്റിമറിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അത് അതുപോലെ ഒരു അർജൻസിയോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് വലിയ രീതിയിലേക്ക് വിജയിക്കാൻ സാധിക്കുക. എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുക. ശരണ്യയുടെ അടുത്ത് ചോദിക്കും, ശരണ്യക്കൊക്കെ അത് വളരെയധികം ഫെമിലിയർ ആയി. ഞാൻ എപ്പോഴും ചോദിക്കുക അർജന്റ് ഓർ ഇമ്പോർട്ടന്റ്. അപ്പൊ ശരണ്യ പറയും അർജന്റ്. എന്നാ ശരി നമുക്ക് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് അർജന്റ് അല്ല എങ്കിൽ, ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ നമ്മൾ അതിന് ഒരുപക്ഷെ പ്രാധാന്യം പോലും കൊടുക്കില്ല.